മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അരുന്ന് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും അശോകനിൽ നിധിക്കിടയിലെ ഓരോ നിമിഷങ്ങളും രസകരമായി തുടർന്നു. ഇടയ്ക്ക് ഉറങ്ങിക്കിടക്കുന്ന അവളുടെ ദേഹത്തേക്ക് വെള്ളം കൊണ്ടുവന്നൊഴിച്ചും ഉറങ്ങിക്കിടക്കുമ്പോൾ അവളുടെ മുഖത്ത് പെയിന്റ് കൊണ്ട് പല ചിത്രങ്ങൾ കൊണ്ട് വരയ്ക്കുന്നതും അതെല്ലാം കുറുമ്പോടെ അവളും ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. ഇടയ്ക്ക് വീണ്ടും അവന്റെ ഭ്രാന്തമായ മനസ്സിൽ തോന്നുന്ന ചില വികാരങ്ങളിൽ പോലും എതിർപ്പുകൾ കാണിക്കാതെ ഭാര്യ എന്ന തന്റെ കടമകൾക്ക് മുന്നിൽ തടുക്കാതെ തന്നെ അവന് വിധേയമായി തീർന്നിരുന്നവൾ കണ്ണു ചിമ്മി തുറക്കും പോലെ ദിവസങ്ങൾ ഓരോന്നും ഓടി മറഞ്ഞു. അശോകിൽ പ്രതീക്ഷിച്ച പോലെ വലിയ മാറ്റം സംഭവിച്ചു തുടങ്ങി. എന്നാൽ അത് നിധിയടക്കം എല്ലാവരെയും വേദനിപ്പിക്കുന്ന തരത്തിലായിരുന്നു. തന്നോട് കളിതമാശയും കുറുമ്പും കാണിച്ച അശോക് പോകെ പോകെ തീർത്തും മൗനത്തെ കൂട്ടുപിടിച്ചു. അത് കൂടുതൽ വേദനയാക്കിയത് നിധിയെ ആയിരുന്നു. തന്റെ കൂടെ താൻ വിളിക്കുമ്പോൾ വരുമെങ്കിലും കൂടെ ഇരിക്കുമെങ്കിലും അവനിൽ നീണ്ട മൗനമായിരുന്നു. ആരോടും ദേഷ്യമോ ഒന്നും തന്നെ കാണിക്കില്ല. അനുസരണയോടെയുള്ള ഒരു പാവയെ പോലെയുള്ള പ്രകൃതം. ഗാർഡനിൽ കണ്ണുകളടച്ച് ചാരിയിരിക്കായിരുന്നു നിധി. മോളെ. അരുന്ധതിയുടെ വിളി കേട്ടതും മിഴികൾ തുറന്ന് മുന്നോട്ട് നോക്കി നിധി. മുത്തശ്ശി. മോളെന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? ഏയ് ഒന്നുമില്ല മുത്തശ്ശി, വെറുതെ ഇരുന്ന. അത് കള്ളം. 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ഈ മുഖമൊക്കെ ആകെ അങ്ങ് വാടിപ്പോയല്ലോ മോളെ. എന്താണേലും മുത്തശ്ശിയോട് പറ. ഈ മനസ്സിൽ എന്തോ പുകയുന്നുണ്ട്. മുത്തശ്ശി. അരുന്ധതിയുടെ മുഖത്തേക്ക് നോക്കി വിളിക്കുന്നതോടൊപ്പം അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. എന്തിനാ മോളെ നീ കരയുന്നു? മുത്തശ്ശി, അശോക് നാളെ അശോകിനെ സാന്ത്വനത്തിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് എങ്ങനെ അശോകിനെ കാണാൻ നിൽക്കേണ്ടെന്ന് എനിക്ക്. ഇതാണ് കാര്യം. ദേ, അശോക് പോയാലും തിരികെ വരുന്നത് നിന്നെ സ്നേഹം കൊണ്ട് മൂടുന്ന അശോക് ഗുപ്തിയായിട്ടായിരിക്കും. അതിനു വേണ്ടിയല്ലേ മോളെ? അറിയാം മുത്തശ്ശി. എന്നാൽ എന്തോ ഒരു ഭാരം പോലെ മനസ്സ്. അത് ഈ കുഞ്ഞു തലക്കുള്ളിൽ ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിക്കുന്നുണ്ടാ. ഈ മനസ്സിൽ വേണ്ടാത്ത ഒന്നും തന്നെ ഓർക്കേണ്ട. നിനക്ക് വേണ്ടി തിരികെ വരുന്ന അശോകിനെ ഓർത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം കണ്ണ് ചിമ്മി തുറക്കും പോലെ കഴിഞ്ഞു പോകും. മുത്തശ്ശി. ഇനി എൻ്റെ മോൾക്ക് വിഷമം മാറുന്നില്ലേ? അതല്ല മുത്തശ്ശി, ഞാൻ അശോകിനെ കൂട്ടിയൊന്ന് ക്ഷേത്രത്തിൽ പോയിക്കോട്ടെ. മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ തടുക്കുന്നില്ല. ദൈവത്തിൻ്റെ അടുത്തേക്കല്ലേ. ആ ദൈവം തന്നെയാണല്ലോ നിങ്ങളെ ചേർത്ത് വെച്ചതും. ചെല്ല്, അവനെയും കൊണ്ട് ചെന്ന് നന്നായി പ്രാർത്ഥിക്കുക. നാളെ പോയാൽ അവൻ തിരികെ വരുന്ന നിന്റെ അശോകമായിട്ടായിരിക്കാം മോള് പ്രാർത്ഥിക്കുക. താങ്ക്സ് മുത്തശ്ശി. ഒരു പുഞ്ചിരിയോടെ അരുന്ധതി നോക്കി പറഞ്ഞുകൊണ്ട് അവൾ വേഗം അശോകിന്റെ അടുത്തേക്ക് ഓടി. ബെഡിൽ പല ചിന്തകളോടെ ഇരിക്കുകയാണ് മാലിനി. എന്താമേ, വലിയ ചിന്തയിലാണല്ലോ. ചിന്തിക്കാനാണോ ഇല്ലാത്ത? എന്നാലും അശോകിന് ഇത്ര പെട്ടെന്ന് സുഖപ്പെടുന്ന സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി എന്ന് പറഞ്ഞ പോലെയായി. ഇനി അവൻ തിരികെ വന്നാൽ ആ നാശം പിടിച്ചവള് നിരത്തൊന്നും ആവില്ല. അതൊക്കെ കണ്ട് ഈ മുറിയിൽ വന്ന് പറഞ്ഞു തീർക്കാനേ നേരം കാണും. എന്റെ മോനെ പടിയിറക്കാൻ കാരണക്കാരിയായവള് ഒരു രാജ്ഞിയെ പോലെ ഈ വീട്ടിൽ കഴിയുന്ന കാണേണ്ടി വരുന്ന ഓർക്കുമ്പോഴാ. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ അമ്മേ? നീ മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തി കാരണ അശോകിനെ വിവാഹം കഴിക്കാൻ നീ ഒന്ന് വാശി അടിച്ച ഇന്ന് അവന്റെ മാത്രമല്ല, ഈ വീടിന്റെ രാജകുമാരി തന്നെ നീ ആവായിരുന്നു. ഇതിപ്പോ അതിനുള്ള യോഗ ആ കുപ്പത്തൊട്ടിന്ന് വന്നു കയറിയവൾക്ക്. അമ്മ ഇങ്ങനെ കിടന്ന് തിളക്കാതെ ഇനി അഥവാ അശോക് പഴയതുപോലെ തിരിച്ചു വന്ന 2 പാത്രത്തിലാക്കും ഞാൻ. അമ്മ കണ്ടോ? ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സൗഗന്ധി. ക്ഷേത്രത്തിൽ നിന്നിറങ്ങുമ്പോൾ അശോക് എന്ന ചെറുപ്പക്കാരനെയും അവന്റെ കൂടെ എല്ലാത്തിനും കൂട്ടായി നിൽക്കുന്ന എന്റെ പ്രിയ കൂട്ടുകാരെയും നോക്കി കാണുകയായിരുന്നു നീലു. നിധി, അപ്പൊ അശോകിനെ നാളെ കൊണ്ടുപോകല്ലേ? ഒന്ന് മൂളിക്കൊണ്ട് മറുപടി പറഞ്ഞു നിധി. നീ അതാരാണെന്ന് അന്വേഷിച്ചു? പറ്റുന്ന പോലെ എല്ലാം ശ്രമിച്ചു നീലു. പക്ഷേ ഒരു പിടുത്തവും ഇല്ല. പിന്നെ അതിനിടയിൽ അശോകിനെ കൊണ്ടുപോകുന്ന കാര്യം തീരുമാനിച്ച്. ഏതായാലും അശോക് പഴയതുപോലെ തിരികെ വരട്ടെ. അപ്പൊ ഈ കാര്യത്തിൽ അശോകിന് തന്നെ എന്നെ സഹായിക്കാൻ കഴിയുന്ന വിശ്വാസമുണ്ട് എനിക്ക്. എന്തായാലും നോക്കാൻ നിധി. ഇപ്പൊ എനിക്ക് തോന്നുന്നു അശോക് റിക്കവർ ചെയ്ത് പഴയതുപോലെ വരിക വേണ്ടത്. അതേ നീലു. എന്തെങ്കിലും പോട്ടെ. നീ ദണ്ണിയമ്മയോടും ഭാസ്കരച്ചനോട് ഞാൻ അന്വേഷിച്ച് പറയണേ. ഇനി വല്ലപ്പോഴൊക്കെ വരാൻ പറ്റിയാ വരാം. ശരി നിധി. എന്നാൽ അധികം വൈകണ്ട. ചെല്ലി. അശോകിനോട് തറവാട്ടിലുള്ളവരും വൈകിയ വേവരാതിപ്പെടും. ശരി നീലു. നീലിമയോട് യാത്ര പറഞ്ഞ് അശോകിനെയും കൂട്ടി നിധി തിരികെ കാറിലേക്ക് കയറി. അശോക് വളരെ സൈലന്റായി ഒരു പാവയെ കണക്കി നിൽക്കുന്നതുകൊണ്ട് അവന് പുറത്തു കൊണ്ടുപോകുമ്പോൾ ഒരു തരത്തിലും അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവനിലെ മൗനം അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. തിരികെ വീട്ടിലെത്തിയ പാടെ അശോക് ആരെയും നോക്കാൻ നേരെ മുറിയിലേക്ക് നടന്നു. മോളെ നിധി, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലമ്മേ. പക്ഷെ അശോകിന്റെ മൗനം അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അമ്മേ. അവനും ദേഷ്യപ്പെട്ടാൽ പോലും അതെനിക്ക് ഇത്രയ്ക്ക് വേദന തോന്നില്ല. പക്ഷെ ഈ മൗനം. മോള് വിഷമിക്കാതെ. ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ സ്വാമിയുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ അവൻ്റെ ഓർമ്മകൾ തിരികെ എത്തുന്നതിന് മുന്നോടിയായിട്ടുണ്ടാകുന്ന സൂചനയാവുന്ന പല കേസുകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന്. എന്തായാലും നാളെ അശോക് അവിടെ എത്തിയാൽ പിന്നെ അവൻ തിരിച്ചു വരുന്നത് നമ്മുടെ പഴയ അശോകായിട്ടായിരിക്കും. നിന്നെ ഏറെ സ്നേഹിക്കുന്ന അശോക്.
അവളുടെ കവളിൽ തലോടി പറയുമ്പോൾ ഒരു നിമിഷം മുഖത്തൊരു പുഞ്ചിരി വീണെങ്കിലും എന്തോ ഓർത്തതോ ആ പുഞ്ചിരി പാടെ മാഞ്ഞുപോയി. അശോകിന്റെ ഓർമ്മകൾ തിരികെ കിട്ടാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ ഓർമ്മകളിൽ അശോകിന് ഞാൻ നിധിയല്ല, ശിവാംഗിയാണ്. അവനേറെ വെറുക്കുന്ന ശിവാംഗി. താനും അശോകും തമ്മിൽ അറിയുന്ന കാര്യം ഇവിടെ മുത്തശ്ശിക്ക് മാത്രമേ അറിയൂ. ഒരുപക്ഷെ താൻ തന്നെയാണ് നിധി എന്ന് പറഞ്ഞാൽ അശോക് അത് വിശ്വസിക്കുമോ? ഒരു നിമിഷം പല ചിന്തകളോട് അവളുടെ മനസ്സ് സഞ്ചരിച്ചു. മോളെ, നീ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല അമ്മേ. എന്നാ ചെല്ല്. നാളെ രാവിലെ അശോകിനെ കൊണ്ടുപോകാൻ അവിടെ നിന്ന് ആളുകൾ വരും. അപ്പോഴേക്കും അവന്റെ കുറച്ച് സാധനങ്ങളെല്ലാം റെഡിയാക്കണം. ശരി അമ്മേ. അവളൊന്ന് മുകളിൽ സമ്മതം പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി. രാത്രി ബാൽക്കണിയിൽ നിലാവിനെ നോക്കി ഏറെ നേരം ഇരുന്ന് നിധി. എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ടും നിദ്രാദേവി അവൾ അനുഗ്രഹിച്ചില്ല. അശോക് നല്ല ഉറക്കമാണ്. നാളെ മുതൽ അവൻ കൂടെയില്ലാത്ത കുറച്ച് ദിവസങ്ങൾ. ഓർക്കുമ്പോൾ തന്നെ അവളുടെ മനസ്സ് വല്ലാണ്ട് പിടയാൻ തുടങ്ങി. എത്ര സമയം അവിടെ ഒരേ ഇരിപ്പ് ഇരുന്നു എന്ന് അവൾക്കറിയില്ല. രാത്രിയുടെ ഏതോ യാമങ്ങളിൽ അശോകിനെ ഇറുകെ പുണർന്ന് കിടന്നു അവൾ. അപ്പോഴും എന്തിനെന്നില്ലാതെ മിഴികളിൽ നനവ് പടരുന്നുണ്ടായിരുന്നു. ബെഡിൽ പോവാൻ റെഡിയായി നിൽക്കുന്ന അശോകിനെ കാണെ അവന്റെ അടുത്തേക്ക് ചെന്ന് നിധി. അവന്റെ അടുത്ത് നിലത്ത് മുട്ടുകുത്തിയിരുന്നു അവൾ. അശോക്, നീ പഴയതുപോലെ വരുമ്പോൾ നിന്നെയും കാത്ത് നിന്റെ നിധി ഇവിടെ ഉണ്ടാവും. എത്ര നാൾ വേണമെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും അശോക്. അശോകിന്റെ കൈകളിൽ കൈകോർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് അവന്റെ മടിയിലേക്ക് തലയായിച്ചു അവൾ. അവളുടെ കണ്ണുനീർ തന്റെ കൈകളിൽ പതിഞ്ഞുകൊണ്ടോ എന്തോ അവളുടെ മുഖത്തേക്ക് ഇമോട്ടാൻ നോക്കി നിന്നു അവൻ. പതിയെ അവളിൽ നിന്നും കൈകൾ മോചിപ്പിച്ച് അവളുടെ മുടിയിലൂടെ നിന്ന് തലോടി അവൻ. അവന്റെ തലോടലിൽ സ്വയം മറന്നവനെ വാരിപ്പുണർന്ന് അവന്റെ മുഖം പൊതിഞ്ഞു പിടിച്ച് തുരുതുരാ മുത്തം കൊണ്ട് പൊതിഞ്ഞു നിധി. ഇനിയും നിന്നാൽ തനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ മിഴികൾ അമർത്തി തുടച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി. വാ അശോക്, താഴെയുള്ളവർ നിനക്ക് വേണ്ടി കാത്തിരിക്കുക, വാ പറഞ്ഞുകൊണ്ട് അവന്റെ കൈകൾ പിടിച്ച് മുന്നോട്ട് നടന്നു. അശോകിനെ കൊണ്ടുപോകാനുള്ള ബാഗെല്ലാം എടുത്ത് നിധി അശോകിന്റെ കൂടെ തന്നെ താഴേക്ക് വരുമ്പോൾ കണ്ടു. ഹാളിൽ സാന്ത്വനത്തിൽ നിന്നും കൈലാസത്തിലേക്ക് അശോകിനെ കൊണ്ടുപോകാൻ വന്ന സ്വാമിയുടെ ശിഷ്യന്മാരെ. ഒരാൾ വന്ന് അവന്റെ ബാഗെല്ലാം എടുത്ത് തങ്ങളുടെ വാഹനത്തിലേക്ക് കൊണ്ടുപോയി. മോനെ അശോക്, പപ്പയുടെ മോൻ തിരികെ വരും, ഞങ്ങളുടെ പഴയ അശോകായിട്ട് തന്നെ. രാജവർമ്മ അവന്റെ ഇരു ഷോൾഡറിലും പിടിച്ച് പറയുന്നതോടൊപ്പം അവനെ വാരിപ്പുറന്ന് അവന്റെ നെറ്റിയിൽ നേർത്ത ചുംബനം നൽകി. സരസ്വതിയും മുത്തശ്ശിയും ഓരോരുത്തരും അവനെ സ്നേഹത്തോടെ തന്നെ യാത്ര പറഞ്ഞു. നിധി അവന്റെ കൈകളിൽ കൈകോർത്തുകൊണ്ട് തന്നെ അവരുടെ വാഹനത്തിനടുത്തേക്ക് നടന്നു. ആ കാറിലേക്ക് അശോകിനെ കയറ്റുമ്പോൾ തന്റെ കൈകൾ അവനിൽ നിന്ന് പിടിവിട്ടു പോകുമ്പോൾ അവളുടെ ഹൃദയം കീറി മുറിയുന്ന വേദന തോന്നി അവൾക്ക്. അശോക്, അറിയാതെ തന്നെ അവളൊന്ന് വിതുമ്പിക്കൊണ്ട് വിളിച്ചുപോയി. ആ വാഹനം തന്നിൽ നിന്ന് മറഞ്ഞു പോകും വരെ നിധി നിറഞ്ഞു തൂവിയ മിഴികളോടെ നോക്കി നിന്നു. അശോകിന്റെ മിഴികളും ആ ഗേറ്റ് കടന്നു പോകുന്നവരെ അവളിൽ മാത്രമായി തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. കൈലാസത്തിന്റെ ഗേറ്റ് അടഞ്ഞതും ഓരോരുത്തരായി അകത്തേക്ക് കയറി. തന്റെ ഷോട്ടിൽ ഒരു കരസ്പർശം അറിഞ്ഞതും അവൾ പതിയെ തിരിഞ്ഞു നോക്കി. മോള് വാ. സരസ്വതിയുടെ വിളിയിൽ അവരുടെ മാറിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞവൾ. അമ്മേ. കരയണ്ട, അവൻ വരും, അവന്റെ പ്രാണനായ നിന്നെയും തേടി. അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു സരസ്വതി. നിധിയുടെ കലങ്ങിയ കണ്ണുകളും മുഖവും കാണെ ഒരു പുച്ഛത്തോടെ നോക്കി നിന്നു സൗഗന്ധിയും മാലിനിയും. മോളെ നിധി, മോള് വിഷമിക്കേണ്ട. ഇന്ന് ഞങ്ങളെക്കാൾ വിഷമം ഒരു പക്ഷേ നിനക്ക് തന്നെ ആയിരിക്കും. പക്ഷേ അവൻ തിരികെ വരുമ്പോൾ ഇരട്ടി മധുരം തന്നെയായിരിക്കും നിനക്ക് കിട്ടുന്നതും. മോള് വാ, ഇവിടെ ഇരിക്കേ. മുത്തശ്ശി പറയുമ്പോൾ അവരെ നോക്കി ചെറുപുഞ്ചിരി നൽകി അവൾ. മുത്തശ്ശി, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം, ഞാൻ വരാം പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് സ്റ്റെയർ കയറാൻ തുടങ്ങി. പെട്ടെന്ന് തന്റെ കണ്ണുകളിൽ എന്തോ ഇരുട്ട് കയറും പോലെ തോന്നി അവൾക്ക്. മുന്നിലുള്ളതെല്ലാം നാലായി തിരിയും പോലെ. അമ്മേ. ബാക്കി മുഴുമിക്കും മുമ്പേ അവൾ തലയിറങ്ങി നിലത്തേക്ക് പതിഞ്ഞിരുന്നു. മോളെ. അയ്യോ നിധി. പലരുടെയും ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. അയ്യോ മോളെ നിധി. അരുന്ധതിയും സരസ്വതിയും അവൾ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. മോനെ രാജ, വേഗം വണ്ടി എടുക്ക്, മോള് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്ക്. മനോഹർ. രാജവർമ്മയുടെ ശബ്ദം ഉയർന്നപ്പോഴേക്കും മനോഹർ അങ്ങോട്ട് ഓടി വന്നിരുന്നു. ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി കൈലാസത്തിൽ നിന്ന് പോകുന്ന കാറിലേക്ക് നോക്കി വല്ലാത്ത ആധിയോടെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ മറ്റു പല ചിന്തകളോട് അസ്വസ്ഥമായ മനസ്സോടെ നോക്കി നിന്നു മാലിനി. ട്രിപ്പിട്ട് കിടക്കുന്നവളെ ഒന്ന് തലകൂടിക്കൊണ്ട് അടുത്ത് തന്നെ ഇരുന്നു സരസ്വതി. ഡോക്ടർ അകത്തേക്ക് വന്നു. സരസ്വതി വേഗനേറ്റ് അവരെ നോക്കി. നിധിയൊന്ന് പരിശോധിച്ച് നേഴ്സ് നൽകിയ റിസൾട്ട് എല്ലാം നോക്കി ഡോക്ടറുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുന്ന് കണ്ട് സംശയത്തോടെ നോക്കിയവർ. കുഴപ്പമൊന്നുമില്ല, ഇനി അങ്ങോട്ട് നന്നായി ശ്രദ്ധിക്കണം. ആൾക്ക് നല്ല ക്ഷീണവും തളർച്ചയുണ്ട്. എഴുതിയുള്ള ടാബ്ലറ്റ്സ് എല്ലാം മുടങ്ങാൻ കഴിക്കണം. ഡോക്ടർ, നിധിക്ക് പറയാം. ആട്ടെ, അശോക് ഇവിടെ വന്നില്ലേ? ആദ്യം അറിയേണ്ട ഭർത്താവല്ലേ? അത് ഡോക്ടർ, അവനൊരു മീറ്റിംഗ്. ഓ ഓക്കെ, എന്നാൽ ആളോട് വിളിച്ചു പറഞ്ഞേക്ക് ഭാര്യ പ്രഗ്നന്റ് ആണെന്ന്. നെക്സ്റ്റ് ചെക്കപ്പിന് വരുമ്പോൾ കൂടെ ഉണ്ടായിരിക്കണം. ഡോക്ടർ പറയുന്ന കേട്ട് സരസ്വതിയുടെ മുഖം സന്തോഷം കൊണ്ട് വിളങ്ങി. ഡോക്ടർ, സത്യമാണോ? നിധി അമ്മയാവാൻ പോകുന്നത്? എനിക്കിതിൽ കള്ളം പറഞ്ഞിട്ടെന്നാ മേം ഒരു ചിരിയോടെ ചോദിച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടർ.
മുൻ പരിചയമുള്ള ഡോക്ടർ ആയതുകൊണ്ട് ഒരു പ്രത്യേക അടുപ്പത്തോടെയാണ് ഡോക്ടർ അവരോട് സംസാരിച്ചില്ല. ഡോക്ടർ പോയതും സന്തോഷത്തോടെ പുറത്തിരിക്കുന്ന രാജവർമ്മയുടെ അടുത്തേക്ക് നടന്ന സരസ്വതി. കാര്യങ്ങളറിഞ്ഞ രാജവർമ്മയ്ക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരുന്നു. വല്ലാത്ത ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു മാലിനി. അമ്മ എന്താ ഈ മുട്ടയിടാൻ നിൽക്കുന്ന കോഴിയെ പോലെ നടക്കുന്നേ? ദേ പെണ്ണെ, എന്നെ വെറുതെ കലിയേറ്റിക്കണ്ട. എന്താ അമ്മേ, ആ പൊട്ടനെ കൊണ്ട് പോയതുകൊണ്ടാണോ? അവനെ മാത്രമല്ല, ഒരുത്തനെ ഭ്രാന്തിന് ചികിത്സ കൊണ്ടുപോയപ്പോ ഒരുത്തിയെ തലകറങ്ങി കൊണ്ടുപോയിട്ടുണ്ട്. അത് ഓർത്തിട്ടാ എനിക്ക്. അതിന് അമ്മ എന്തിനാ ഇത്ര ടെൻഷനാവുന്നേ? അവള് ചത്തുവെന്ന് ഓർത്തിട്ടാണോ? എന്നാ അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിക്കാലോ. അമ്മ ഇപ്പൊ ആഗ്രഹിക്കുന്ന അവൾ തീരാനല്ലേ? അവള് തീരുന്നോ തീരാതിരിക്കുന്നോ അല്ല എന്റെ ഭയം. പിന്നെന്താ അമ്മേ, ഒന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ പറ. ഇത് അവിടെ ഇവിടെയും തൊടാനുള്ള അമ്മയുടെ സംസാരം. എടി, ഞാൻ പറഞ്ഞു മുഴുമിക്കും മുമ്പേ ശ്രീവിദ്യ ഓടി വരുന്നതിനിടെ അറിയാതെ മാലിന്യെ ചെന്ന് ഇടിച്ചു. എവിടെ നോക്കിയാടി നടക്കുന്നേ? ഇങ്ങനെ ഓടിക്കേക്കാൻ നിന്റെ ആരും ചത്തോടി. ആന്റി ഇതിനെ ദേഷ്യപ്പെടുന്നേ. സോറി, ഞാൻ അറിയാതെയോ? മത്തക പോലെ രണ്ട് കണ്ണുണ്ടിലോടി. ഓ സോറി ആന്റി, സന്തോഷം കൊണ്ട് ഓടിയതാ. ആന്റിയെ ശ്രദ്ധിച്ചില്ല. ഓ, ഇങ്ങനെ കണ്ണു കാണാതിരിക്കാൻ മാത്രം വലിയ സന്തോഷം എന്താടി? നീ വല്ല ഫുൾ മാർക്ക് വാങ്ങിയോ? ശോ, അതൊന്നുമല്ല. അപ്പൊ ആന്റി അറിഞ്ഞില്ലേ, താഴെ സന്തോഷത്തിന്റെ മേളോ? നീ എന്താടി പറയുന്നേ? എന്റെ ആന്റി നിധി ചേച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? ദേ ഇപ്പൊ സരസ്വതി ആന്റി വിളിച്ചേ ഉള്ളൂ. നിധി ചേച്ചി പ്രഗ്നന്റാ. അതായത് നമ്മുടെ ഈ തറവാട്ടിലെ കുഞ്ഞ് അതിഥി കൂടി വരാൻ പോകുന്നു. എന്താ, അവള് ഗർഭിണിയാണെന്നോ? ശ്രീവിദ്യയുടെ വാക്കുകൾ കേൾക്കെ മാലിനിക്ക് തന്റെ കാഴ്ചയും കേൾവിയുമെല്ലാം ഒരു നിമിഷത്തേക്ക് നഷ്ടപ്പെട്ട പോലെ തോന്നിപ്പോയി. ശ്വാസമെടുക്കാൻ കഴിയാതെ അല്പനേരം തറഞ്ഞിരുന്നു മാലിനി. തൊട്ടടുത്ത് നിൽക്കുന്ന സൗഗന്ധിയുടെ അവസ്ഥ മറിച്ചായിരുന്നില്ല. അല്പനേരത്തെ അമ്പരപ്പിന് ശേഷം തറഞ്ഞു നിൽക്കുന്ന മാലിനിയെ നോക്കി സൗഗന്ധി. അമ്മേ അവള് പറഞ്ഞ് ഇല്ല. ഇതെങ്ങനെ? ഇല്ല അമ്മേ, ഇത് സംഭവിക്കാൻ പാടില്ല. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ സൗഗന്ധി? നീ നേരത്തെ ചോദിച്ചില്ലേ ഞാൻ എന്തിനെങ്ങനെ ടെൻഷൻ ആവുന്നെന്ന്? ഇത് തന്നെയായിരുന്നു എന്റെ ഭയം. പക്ഷെ അത് സംഭവിച്ചു. ഇല്ല, ഇത് നടക്കാൻ പാടില്ല. ആ കുഞ്ഞിന് അവൾ ജന്മം നൽകാൻ പാടില്ല. വല്ലാത്തൊരു ക്രൂരഭാവത്തോടെ പറഞ്ഞു മാലിനി. അമ്മ എന്തീ പറയുന്നത്? താരെങ്കിലും കേട്ടാ? ഇല്ല, ആരും അറിയാതെ, അവള് പോലും അറിയാതെ നശിപ്പിക്കണം അവളുടെ ഉദരത്തിൽ കുരുത്ത ആ വിത്തിനെ. അമ്മേ, മാലിനിയുടെ ഭാവം വിശ്വസിക്കാൻ കഴിയാതെ നോക്കിപ്പോയി സൗഗന്ധി. ഇല്ല അമ്മേ, എനിക്ക് അവളോട് ദേഷ്യമൊക്കെ തന്നെയാണ്. അവളോടൊന്ന് പടിയിറക്കാൻ ഞാൻ എന്തും ചെയ്യും. എന്നിരുന്നൊരു ജീവനില്ലാണ്ടാക്കാനൊന്നും എനിക്ക് കൂട്ടിക്കാൻ കഴിയില്ല. സൗഗന്ധി പറയുന്ന കേട്ട് മാലിനി ദേഷ്യത്തോടെ അവൾ നോക്കി. എന്താ നീ പറഞ്ഞ്? അമ്മയുടെ മോൾ ഇത്ര വലിയ മനസ്സരിവൊക്കെ എപ്പോൾ തുടങ്ങി? ഒരു പുച്ഛത്തോടെ ചോദിച്ചു മാലിനി. അമ്മേ, എനിക്ക് അശോകിനെ വേണം. തിരികെ പഴയതുപോലെ വരുന്ന അശോകിനെ ഏതു വിധത്തിലും സ്വന്താക്കാൻ ശ്രമിക്കും ഞാൻ. പക്ഷേ അതിന്റെ പേരിൽ ആ കുഞ്ഞിനെ കൊല്ലേണ്ട കാര്യമില്ല. നിനക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ തീരുമാനിക്കും, അതുപോലെ ചെയ്യും. ഇതെങ്ങാനും തടുക്കാനോ എതിർക്കാനോ ശ്രമിച്ചാ. ദേഷ്യത്തോടെ അവൾ നോക്കി പറഞ്ഞുകൊണ്ട് മാലിനി മുറിയിലേക്ക് പോയി. കണ്ണുകൾ തുറന്നപ്പോൾ പുഞ്ചിരിയോടെ നിൽക്കുന്ന അച്ഛനെയും അമ്മയും കണ്ട് ഒരു ചെറു പുഞ്ചിരി നൽകിയ ശേഷം അവരുടെ ഓരോ വാക്കും താൻ കാണുന്ന സ്വപ്നമാണോ എന്നായിരുന്നു. താനൊരു അമ്മയാവാൻ പോകുന്നു. സന്തോഷവും വേദനയും ഒരുപോലെ പിടിച്ചുലുക്കിയ നിമിഷം. ഈ സന്തോഷം പങ്കിടാൻ തൻ്റെ അശോക് കൂടെ ഇല്ലാത്ത വേദന അത് എത്രമാത്രമാണെന്ന് തനിക്ക് മാത്രമേ അറിയൂ. മോളെ വാ, ഇറങ്ങി. പെട്ടെന്ന് ഡോർ തുറന്ന് സരസ്വതി പറയുമ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നുണർന്നത്. ഒരു മങ്ങിയ ചിരിയോടെ തന്നെ കാറിൽ നിന്ന് ഇറങ്ങിയവൾ പുഞ്ചിരിച്ച മുഖങ്ങളോടെ തന്നെ കാത്തിരിക്കുന്നവരെ ഒന്നാകെ നോക്കിയവൾ. ഇങ്ങോട്ട് നിൽക്കും മോളെ, ദേ എൻ്റെ കുട്ടിക്ക് ആരുടെയും കണ്ണിരട്ടാതിരിക്കട്ടെ പറഞ്ഞുകൊണ്ട് അവൾ ആരതി ഒഴിഞ്ഞ് നെറ്റിയിൽ കുറിയും തൊട്ടുകൊടുത്ത് അകത്തേക്ക് കയറ്റി. ഹാളിലെ സെറ്റിൽ അവളുടെ കൈ പിടിച്ചിരുത്തി അരുന്ധതി നെറുകയിൽ സന്തോഷത്തോടെ ഒരു ചുംബനം നൽകി. മോളെ നിധി, നീ ഞങ്ങൾക്ക് നൽകുന്ന സന്തോഷങ്ങൾക്ക് പകരമായിട്ട് എന്ത് നൽകിയാലാ മോളെ പകരാവുന്നതെന്ന് അറിയില്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ അശോകനെ നീ മാറ്റിയെടുത്തു. ഇപ്പതേ ഇരട്ടി മധുരെന്ന് പറയും പോലെ അവൻ്റെ കുഞ്ഞിനെ ഈ കൈലാസത്തിൻ്റെ മറ്റൊരു അവകാശി കൂടി. എന്താ മോളെ നിനക്ക് വേണ്ടത്? എന്താണെങ്കിലും ചോദിക്ക്. ദേ ഇത് ഈ മുത്തശ്ശിയുടെ സന്തോഷം കൊണ്ട് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലെ സ്വർണ്ണവള ഊരി അവളുടെ കയ്യിലിട്ട് കൊടുത്തു അരുന്ധതി. വേണ്ട മുത്തശ്ശി, എനിക്കിതൊന്നും വേണ്ട. എനിക്കെൻ്റെ അശോകിനെന്ന് കണ്ടാൽ മതി മുത്തശ്ശി പറയുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. ഒരു ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കൈകൾ പൊതിഞ്ഞു പിടിച്ചു അരുന്ധതി. അവൻ തിരികെ വരുമ്പോൾ നീ നൽകുന്ന വിലമതിക്കാൻ കഴിയാത്ത സമ്മാനം അത് ഇതായിരിക്കണം നിധി. അതുവരെ നീ കാത്തിരിക്കേ. കൈകൾ ചേർത്ത് പറയുന്ന മുത്തശ്ശിയെ നിറഞ്ഞ മിഴികളോടെ നോക്കി നിന്നു അവൾ. എന്താ ഇങ്ങനെ നോക്കുന്നേ? സത്യല്ലേ ഞാൻ പറഞ്ഞ്? അവൻ വരുമ്പോൾ അവൻ്റെ നിധി ഇന്ന് അവൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്ന അറിയുമ്പോൾ അവൻ്റെ സന്തോഷം എത്രയായിരിക്കും? ഇതിൽ പറ എന്ത് സമ്മാനാ മോളെ നിനക്ക് അവന് നൽകാൻ കഴിയാ? മുത്തശ്ശി കരയരുത്. ദേ ഇനി അങ്ങോട്ട് മനസ്സിനെ ശാന്താക്കി ദേ ഇവിടെ നിന്റെ അശോകിൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ക്ഷമയോടെ കാത്തിരിക്കണം. അവൻ പോയപ്പോൾ നിനക്ക് കൂട്ടായി ദൈവം അനുഗ്രഹിച്ച് നൽകിയതാ ഇത്. അതിനെ നോവിക്കാതെ കൊണ്ടടക്കേണ്ടത് അമ്മയാവുന്ന നീയാ. മനസ്സിലായോ ഞാൻ പറഞ്ഞെൻ്റെ മോൾക്ക്? മനസ്സിലായി മുത്തശ്ശി.
എന്നാ ഇനി മിഴികൾ നിറയരുത് കേട്ടല്ലോ. പറഞ്ഞുകൊണ്ട് ആളുടെ മിഴികൾ തുടച്ചു നീക്കി അരുന്ധതി. മോൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല മുത്തശ്ശി, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സരസ്വതി? മോൾക്ക് നല്ല ക്ഷീണമുണ്ട്. അവൾക്ക് കുടിക്കാൻ ജ്യൂസ് എടുത്തിട്ട് വാ. പിന്നെ ഇനി മോൾക്ക് പ്രത്യേക പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം ഉണ്ടാക്കാൻ പ്രത്യേകം പറയണം. ശരി അമ്മേ. പറഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടെ സരസ്വതി അടുക്കളയിലേക്ക് നടന്നു. വിവരങ്ങളെല്ലാം സരസ്വതിയാണ് ദുർഗയെ വിളിച്ച് അറിയിച്ചത്. അറിഞ്ഞപാടെ സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്നറിയാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ദുർഗയെ സത്യനും മക്കളും നോക്കി നിന്നു. എന്റെ ദുർഗ, നീ കിടന്ന് പൊട്ടിപ്പിടയുന്ന എന്തിനാ? നമ്മുടെ നിധിമോൾ അമ്മയാവും അറിഞ്ഞ തൊട്ട് തുടങ്ങിയാണല്ലോ. കണ്ടാ തോന്നുന്നു നീയാണ് അമ്മയാൻ പോകുന്നെന്ന്. ഒരു ചിരിയോടെ പറഞ്ഞ് ദുർഗയെ കളിയാക്കി സത്യം. ദേ മനുഷ്യ, എന്റെ കൈകൾ തിളച്ചായി നിങ്ങളുടെ തലവഴി ഒഴിക്കും ഞാൻ. അല്ല പിന്നെ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.